നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം ഞാൻ വായിക്കുന്നത്. ശ്രദ്ധിച്ചാലും. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ ഏറ്റവും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൗന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്ത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹം ഒക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായി ഞാൻ അരുളി ചെയ്തത് നിവർത്തിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഒരു കോലെടുത്ത് അതിന്മേൽ യഹൂദയ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കുമെന്ന് എഴുതി വയ്ക്കുക. പിന്നെ മറ്റൊരു കോലെടുത്ത് അതിന്മേൽ എഫ്രൈമിൻ്റെ കോലായ യോസേഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിൻ ഒക്കെയും എന്ന് എഴുതി വയ്ക്കുക. പിന്നെ നീ അവയെ ഒരു കോലായിട്ട് ഒന്നോടൊന്ന് ചേർക്കുക. അവ നിന്റെ കയ്യിൽ ഒന്നായിത്തീരും. അതിൻ്റെ താല്പര്യം എന്തെന്ന് നീ ഞങ്ങളെ അറിയിക്കയില്ലയോ എന്ന് നിന്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എഫ്രൈമിൻ്റെ കയ്യിലുള്ള യോസേഫിൻ കോലിനെയും അതിനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെയും എടുത്ത് അവയെ അവയുടെ യഹൂദയുടെ കോലിനോട് തന്നെ ചേർത്ത് ഒരു കോലാക്കും. അവർ എൻ്റെ കയ്യിൽ ഒന്നായിരിക്കും. നീ എഴുതിയ കോലുകൾ അവർ കാണുകെ നിന്റെ കയ്യിലിരിക്കണം. പിന്നെ നീ അവരോട്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി 4 പുറത്തു നിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവരുടെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏക ജാതിയാക്കും. ഒരു രാജാവ് അവരെ എല്ലാവരെയും ഭരിക്കും. അവർ ഇനി 2 ജാതി ആയിരിക്കുകയില്ല, 2 രാജ്യമായി പിരിയുകയുമില്ല. അവർ ഇനി വിഗ്രഹങ്ങളാലും മ്ലേച്ഛതകളാലും യാതൊരു അതിക്രമത്താലും തങ്ങളെ തന്നെ മലിനമാക്കുകയില്ല. അവർ പാപം ചെയ്ത അവരുടെ സകല വാസസ്ഥലങ്ങളിൽ നിന്നും ഞാൻ അവരെ രക്ഷിച്ച് ശുദ്ധീകരിക്കും. അങ്ങനെ അവർ എനിക്ക്
ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. അവർക്കെല്ലാവർക്കും ഒരു ഇടയൻ ഉണ്ടാകും. അവർ എൻ്റെ വിധികളെ പ്രമാണിച്ച് എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കും. എൻ്റെ ദാസനായ യാക്കോബിന് ഞാൻ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ വന്നു പാർക്കുന്നതുമായ ദേശം അവർ പാർക്കും. അവരും അവരുടെ മക്കളും മക്കളുടെ മക്കളും എന്നേക്കും അവിടെ വസിക്കും. എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കും. ഞാൻ അവരോടൊരു സമാധാന നിയമം ചെയ്യും. അത് അവർക്കൊരു ശാശ്വത നിയമമായിരിക്കും. ഞാൻ അവരെ ഉറപ്പിച്ച് പെരുക്കി അവരുടെ നടുവിൽ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്ക് സ്ഥാപിക്കും. എൻ്റെ നിവാസം അവരോടുകൂടെ ഉണ്ടാകും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. എൻ്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് ജാതികൾ അറിയും. അസ്ഥികൾ നിറഞ്ഞ താഴ്വരയെക്കുറിച്ചുള്ള പ്രസിദ്ധമായ അധ്യായമാണ് 37-ാം അധ്യായം. ദൈവകൽപ്പനയനുസരിച്ച് യെഹെസ്കേൽ ആ താഴ്വരയിൽ പ്രവചിച്ചപ്പോൾ അസ്ഥിയോട് ചേർന്നു. പിന്നീട് അതിൽ ഞരമ്പും മാംസവും പൊതിയപ്പെട്ടു. പിന്നീട് ത്വക്ക് പൊതിഞ്ഞു. കാറ്റിനോട് പ്രവചിക്കായെന്ന് പറഞ്ഞനുസരിച്ച് കാറ്റിനോട് പ്രവചിച്ചപ്പോൾ ശ്വാസം വന്ന് അവ ജീവിച്ചു എന്ന് മാത്രമല്ല, ഒറ്റ നിമിഷം കൊണ്ട് വലിയ സൈന്യമായി തീരുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ ഉണങ്ങിയ ചിതറിയ അസ്ഥികൾ. ഈ സ്ഥിതിക്ക് ഭേദം വരികയില്ല എന്ന നിരാശയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ദൈവം ഇസ്രായേലിനെ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തി ശക്തരാക്കുക മാത്രമല്ല, ദൈവാത്മാവിനാൽ അവരുടെ ആത്മീക ജീവിതത്തെയും തളിർപ്പിക്കും, പുഷ്ടിപ്പെടുത്തും. അതാണ് 14-ാം വാക്യത്തിലുള്ളത്. ദൈവം യെഹെസ്കേലിന് നൽകിയ ആജ്ഞ 2 കമ്പെടുത്ത് ഒന്നിൽ യഹൂദ എന്നും മറ്റേതിൽ ഇസ്രായേൽ എന്നും എഴുതി കൂട്ടിക്കെട്ടാനാണ്. ഇത് എന്താണെന്ന് ചോദിക്കുന്നവരോട് ഇസ്രായേലും യഹൂദയും ഇനി ഒന്നാകും, ഒരിക്കലും അവരെ ഇനി രണ്ടാക്കാൻ കഴിയുകയില്ല, മാത്രവുമല്ല ദാവീദ് അവർക്ക് ഇടയനാകും എന്ന് പറയണം എന്നാണ്. ദാവീദ് എന്നാൽ ദാവീദ് പുത്രനായ യേശുവിൻ്റെ കാര്യമാണ്. ദൈവസഭയിൽ യഹൂദനെന്നോ അല്ലെങ്കിൽ ഇസ്രായേലെന്നോ വ്യത്യാസമുണ്ടാകുകയില്ല എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം. ദൈവരാജ്യത്തിലും ഈ വ്യത്യാസം ഉണ്ടാകുകയില്ല എന്നതാണ് രണ്ടാമത്തെ അർത്ഥം. യഹൂദയുടെയും ഇസ്രായേലിൻ്റെയും തലമുറകൾ സഭയിലും ദൈവരാജ്യത്തിലും ഒരു കുടുംബം പോലെ സന്തോഷത്തോടെ കഴിയുവാൻ ഇടയായിത്തീരും. അതാണ് 37-ാം അധ്യായം പറയുന്നത്. ഇതിന് ഉള്ള ആത്മീക അർത്ഥം, ലോകത്തിലെ സകല മനുഷ്യരും ഉണങ്ങിയ അസ്ഥികളായി ചിതറിക്കിടക്കുകയാണ്. അവർക്ക് ഒന്നാമത് ജീവനായ ദൈവവുമായി ബന്ധമില്ല, ദൈവിക ജീവനില്ല, പരസ്പര ബന്ധവുമില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം നിമിത്തം നമുക്കറിയാം, യേശു മരിച്ച സമയത്ത് കല്ലറകൾ തുറന്നു. അതുപോലെ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സമയത്തും ആളുകൾ ഉയർത്തെഴുന്നേറ്റു. ഇത് കാണിക്കുന്നത് യേശു പാപികളായ, ആത്മീയമായി മരിച്ച ശവങ്ങളായ അല്ലെങ്കിൽ അസ്ഥികളായ ആളുകളെ ജീവിപ്പിക്കാനാണ് വന്നത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മതവും മാർഗവും ഇല്ലാത്തവരാണെങ്കിൽ പോലും, എത്ര പാപം ചെയ്തവരാണെങ്കിലും യേശുവിൻ്റെ വചനത്തിന്, ദൈവവചനത്തിന് ശക്തിയുണ്ട്. യേശുവിൻ്റെ കുരിശിൽ നമ്മുടെ നരകം യേശു അനുഭവിച്ചു രക്ഷാമാർഗം ഒരുക്കി. ആ സദ്വാർത്ത, ആ സുവിശേഷം കേൾക്കുന്ന മാത്രയിൽ, അത് വിശ്വസിക്കുന്ന മാത്രയിൽ ആളുകളിൽ അത് അന്വർത്ഥമാവുകയാണ്, ഫലപ്രദമാവുകയാണ്. അവരെ ഒറ്റ നിമിഷം കൊണ്ട് ആത്മീയ ജീവിതം നയിക്കാൻ പ്രാപ്തരാകുകയാണ്. ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിച്ചിട്ട് സൗന്യമായി തീർന്നു എന്നാണ് വായിക്കുന്നത്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾ അന്നു മുതൽ സുവിശേഷം പറയുവാനും ആത്മീയ ജീവിതം നയിക്കുവാനും അവർ പ്രാപ്തരായിത്തീരുകയാണ്. ഇതാണ് സുവിശേഷം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.